إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികൾ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കണമേ എന്ന് സ്വന്തത്തോടും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്. അതർഹിക്കുന്നതിൻ്റെ ഗൗരവത്തിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. അർഹമറാഹിമായ തമ്പുരാൻ അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന യഥാർത്ഥ നല്ല ദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കാനും അതിൽ നോമ്പെടുക്കാനും പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ അതിയായ സൗഭാഗ്യം ലഭിച്ച, അനുഗ്രഹം ലഭിച്ച ആളുകളാണ് ഞാനും നിങ്ങളും. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ അള്ളാഹുവിനെ സ്തുതിക്കേണ്ട സമയമാണ് എന്നുള്ളത് ഞാനും നിങ്ങളും മറക്കാൻ പാടില്ല. റമദാൻ മാസത്തിന് ധാരാളം പ്രത്യേകതകൾ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പലപ്പോഴും നമ്മളൊക്കെ കണക്കാക്കാറുള്ളത് നോമ്പുള്ളത് കൊണ്ടാണ് റമദാനിന് വലിയ പ്രത്യേകതകൾ എന്ന് പലപ്പോഴും ആളുകൾ പറയാറുണ്ട്. നോമ്പുള്ളത് കൊണ്ട് പ്രത്യേകതയില്ല എന്നൊന്നുമല്ല. നോമ്പിന് പ്രത്യേകത ഉണ്ടാകാനുള്ള കാരണം അത് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് കൊണ്ടാണ് എന്നുള്ളത് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ബഖറയിലെ 185-ാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുള്ളത് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതരിച്ച, ഇറക്കപ്പെട്ട മാസമാണ് റമദാൻ മാസം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്നു കൊണ്ട് പറഞ്ഞിട്ടുള്ളത് ഹുദൽ ലിന്നാസ് വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ജനങ്ങൾക്ക് നേർമാർഗം കാണിക്കുന്ന വേദഗ്രന്ഥം, സത്യാസത്യങ്ങളെ വേർതിരിച്ച് കാണിക്കപ്പെടുന്ന ആ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ് പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. ഈ വാക്ക് പറഞ്ഞതിന് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്
ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസും. ആരെങ്കിലും ആ മാസത്തിൽ സന്നിഹിതരായാൽ ഉണ്ടായാൽ അവൻ നോമ്പെടുക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഖുർആൻ ഇറങ്ങിയത് കൊണ്ടാണ് നോമ്പിന് പ്രത്യേകത കൂടാൻ കാരണം. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നോമ്പുള്ളത് കൊണ്ട് റമദാൻ മാസത്തിന് പോലീശ ഉണ്ടായി എന്നല്ല നമ്മൾ പഠിക്കേണ്ടത്. മറിച്ച് റമദാൻ മാസത്തിൽ പരിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടത് കൊണ്ടാണ് നോമ്പിന് ഇത്ര വലിയ പ്രത്യേകതകൾ ഉണ്ടാകാൻ കാരണമെന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. റമദാനും ഖുർആനും, റമദാനും നോമ്പും ഖുർആനും നോമ്പും തമ്മിൽ വലിയ ബന്ധമുണ്ട് എന്നുള്ളതാണ് ഈ ആയത്തുകളൊക്കെ നമുക്ക് വിശദീകരിച്ച് തരുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ ഖുർആനിന്റെ പരിശോധനകളെല്ലാം നടന്നത് പരിശുദ്ധ റമദാനിലായിരുന്നു എന്നുള്ളത് പ്രവാചകന്റെ വചനങ്ങൾ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. വകാന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം യൽഖാഹു ഫീ കുല്ലി ലൈലത്തിൻ മിനർ റമദാൻ. റമദാനിന്റെ ഓരോ രാവുകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കൊണ്ട് കൂടിക്കാഴ്ച നടക്കുമായിരുന്നു എന്നുള്ളതാണ്. എന്തിനാണ് കൂടിക്കാഴ്ച റമദാനിൽ നടത്തുന്നത്? ഫയുദാരിസുഹുൽ ഖുർആൻ, ആ ഖുർആൻ പരിശോധിക്കാൻ വേണ്ടി, പരിശോധനകൾ നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് അത്തരം കൂടിയാലോചനകൾ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഹദീസുകൾ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ഏറ്റവും കൂടുതൽ വലിയ ബന്ധങ്ങൾ ഉണ്ടാക്കേണ്ട, ഖുർആനുമായി കൊണ്ട് ബന്ധങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു മാസത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. ഇന്ന് നമ്മൾ രണ്ടാമത്തെ നോമ്പാണ് അനുഷ്ഠിച്ചിട്ടുള്ളത്. എങ്കിൽ ആലോചിക്കുക, ഖുർആനിന്റെ എത്ര പേജുകൾ നമുക്ക് ഓതാൻ കഴിഞ്ഞു, ഖുർആനിന്റെ എത്ര ആയത്തുകൾ നമുക്ക് വായിക്കാൻ കഴിഞ്ഞു, ഖുർആനിൽ നിന്ന് എത്ര സൂറത്തുകൾ, ആയത്തുകൾ നമുക്ക് പുതിയതായിക്കൊണ്ട് പഠിക്കാൻ നമുക്ക് കഴിഞ്ഞു. നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ മുൻഗാമികൾ ഖുർആനുമായി കൊണ്ട് ബന്ധങ്ങൾ പുലർത്തിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടാൽ ശരിക്കും അത്ഭുതത്തോട് കൂടിയിട്ട് മാത്രമാണ് അവരുടെ ഖുർആനുമായി കൊണ്ടുള്ള ബന്ധങ്ങളെക്കുറിച്ച് കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരിശുദ്ധ റമദാൻ അവരിലേക്ക് സമാഗതമായാൽ ഇമാം മാലിക് റഹിമഹുല്ല അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുള്ളത്, ഇദാ ദഖല റമദാനു തുരികൽ ജമീഅ ഇബാദ, മറ്റെല്ലാ ഇബാദത്തുകളും മറ്റെല്ലാ ശുഅലുകളും അദ്ദേഹം മാറ്റിവെച്ചുകൊണ്ട് ഖുർആനുമായി കൊണ്ട് അദ്ദേഹം ബന്ധപ്പെടുമായിരുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല, റമദാൻ എത്തിക്കഴിഞ്ഞാൽ സുഹാരി റഹിമഹുല്ല അദ്ദേഹം എന്താണ് ചെയ്യാറുള്ളത്? അദ്ദേഹം പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, ഫഇന്നമാ ഹുവ തിലാവത്തുൽ ഖുർആൻ. ഇത് റമദാൻ മാസം എന്ന് പറയുന്നത് പ്രധാനമായും ഖുർആൻ പാരായണത്തിന്റെ മാസമാണ് എന്ന് നോക്കൂ നിങ്ങൾ, പണ്ഡിതന്മാർ മുൻഗാമികൾ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഇമാം ദഹബി റഹിമഹുല്ല പറഞ്ഞിട്ടുള്ളത്, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റമദാനിന്റെ എല്ലാ പകലുകളിലും ഒരു പ്രാവശ്യം ഖുർആൻ ഓതി തീർക്കുമായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു പ്രാവശ്യം ഖുർആൻ ഓതി തീർക്കുമെന്നുള്ളതാണ്. അത് മാത്രമല്ല, തറാവി നമസ്കാരത്തിന് ശേഷം ഓരോ 3 ദിനങ്ങൾ പിന്നിടുമ്പോൾ അദ്ദേഹം ഖുർആൻ മുഴുവനായിക്കൊണ്ട് ഓതി തീർക്കുമായിരുന്നു എന്നുള്ളതാണ് ഇമാം ബുഖാരിയെ കുറിച്ച് നമുക്ക് വിശദീകരിച്ച് തരുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും ഖുർആൻ ഓതി തീർക്കുമായിരുന്നു, എല്ലാ ദിവസവും. നോക്കൂ നിങ്ങൾ, അങ്ങനെയാണ് നമ്മുടെ മുൻഗാമികൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ 30 ദിവസം വെച്ചിട്ടാണ് എന്താക്കുന്നത്, എങ്ങനെങ്കിലൊക്കെ ഓതി തീർക്കട്ടെ എന്ന് നമ്മൾ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത്. അവരങ്ങനെയല്ല. അത് മാത്രമല്ല, ചില സ്വഹാബാക്കൾ 3 ദിവസം കൊണ്ട് ഖുർആൻ മുഴുവനായിക്കൊണ്ട് ഓതി തീർക്കുന്നു.
ചിലർ 7 ദിവസം കൊണ്ട്, ചിലർ 9 ദിവസം കൊണ്ട് എന്നൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഖുർആനിനെ കുറിച്ച് പറഞ്ഞ വാചകത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കാൻ സാധിക്കും: അസ്സിയാമു വൽ ഖുർആൻ, നോമ്പും ഖുർആനും യശ്ഫഅാനി ലിഅബ്ദി യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ ശുപാർശ പറയുമെന്നുള്ളതാണ്. നോമ്പും ഖുർആനും ശുപാർശ പറയുമെന്നുള്ളതാണ്. അവിടെ ഖുർആന് പറയുന്ന ശുപാർശ എന്താണ്? ഫയഖൂലു, ഖുർആന് പറയും, മനഅതുൻ നൗമ, അവന്റെ ഉറക്കത്തെ തടഞ്ഞിട്ടുള്ളത് ഞാനാണ് റബ്ബേ. തിരക്കുള്ള ജീവിതത്തിന്റെ പകലുകളിൽ സമയം കണ്ടെത്തി ഓതിയവനാണ് റബ്ബേ. ജീവിതത്തിൽ ഒരുപാട് ക്ഷീണങ്ങളും പ്രയാസങ്ങളുമുള്ള നോമ്പിന്റെ കാലഘട്ടങ്ങളിൽ ആ ക്ഷീണങ്ങളെ വകവേദിച്ചുകൊണ്ട് എന്നെ ഖുർആൻ ഓതിയവനാണ് റബ്ബേ. നാളെ പരലോകത്ത് ഖുർആൻ നമുക്ക് വേണ്ടി ശുപാർശ പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ശഫാഅത്ത് സ്വീകരിക്കപ്പെടുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അത് മാത്രമല്ല, മദീനയിലെ പ്രമുഖ പണ്ഡിതൻ സുലൈമാനു റുഹൈലി അദ്ദേഹം പറയാൻ, ഇപ്പൊ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവും, ഒരു ദിവസം കൊണ്ടൊക്കെ എങ്ങനെ ഓതി തീർക്കാമെന്ന് നമ്മളൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. 3 ദിവസം കൊണ്ടൊക്കെ എങ്ങനെയാണ് അവർ ഓതി തീർത്തത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് മദീനയിലെ പ്രമുഖ പണ്ഡിതനായിട്ടുള്ള സുലൈമാനു റൂഹി പറഞ്ഞിട്ടുള്ളത്, മുൻഗാമികൾ എങ്ങനെയാണ് ഒരു ദിവസത്തിൽ തന്നെ 5ഉം 6ഉം ജുസുകൾ അല്ലെങ്കിൽ ഖുർആൻ മുഴുവനായിക്കൊണ്ട് ഓതി തീർത്തത് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ നമുക്ക് അത്ഭുതം കൂറുകയാണ്, അത്ഭുതമുണ്ടാവുകയാണ് നമുക്ക്. എന്നാൽ അദ്ദേഹം പറഞ്ഞ വാക്കെന്താ? ഇന്ന് സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ആ സംശയങ്ങൾ തീർന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ട്? ഒരാൾക്ക് ഒരു കാര്യം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൻ എത്ര സമയം വേണമെങ്കിലും ആ കാര്യത്തിന് വേണ്ടി ചിലവഴിക്കുമെന്നുള്ളതാണ്. ഇഷ്ടപ്പെട്ട പലതും ഫോണിലൂടെ നമ്മൾ കാണാൻ ഉപയോഗിക്കുന്ന മണിക്കൂറുകൾ എത്രയാണ് എന്നുള്ളതാണ് നോക്കൂ നിങ്ങൾ. എങ്കിൽ ഖുർആനിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആ ഖുർആനുമായി കൊണ്ട് ചടഞ്ഞിരിക്കാൻ, അത് ഓതി തീർക്കാൻ, അത് വായിക്കാൻ അവരെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ടാവുകയില്ല? പ്രയാസമുണ്ടാവുകയില്ല എന്നുള്ളതാണ്. നമ്മളൊക്കെ അവസ്ഥകൾ എന്താ? റമദാനിൽ നോമ്പ് നോറ്റാൽ, ഖുർആൻ എടുത്താൽ ആദ്യം നമ്മുടെ കണ്ണുകളിലേക്ക് വരുന്നത് എന്താ? ഉറക്കാണ്, അല്ലേ? ഒരു പേജ് ഓതുമ്പോഴത്തേന് നമുക്ക് ഉറക്കാണ് വരുന്നത്, ക്ഷീണമാണ് വരുന്നത്. നമ്മൾ വേഗം അടച്ചു വെക്കുന്നു. നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പോക്ക് കൊണ്ട് ഖുർആൻ ഓതി തീർക്കാൻ നമുക്ക് കഴിയുമോ എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത്, ഖുർആൻ ഇറങ്ങിയ മാസമാണ് എന്ന് വീമ്പെളുക്കാനുള്ള മാസമല്ല. ഖുർആനിന്റെ ആളുകളാണ് എന്ന്, അല്ലേ, നമ്മളൊക്കെ ഖുർആനിന്റെ ആളുകളാണ് എന്ന് വായ കൊണ്ട് പറയാനുള്ളതല്ല, മറിച്ച് ആ ഖുർആനിനോടുള്ള ബാധ്യതകൾ, നല്ലൊരു ബന്ധങ്ങൾ, അത് പാരായണം ചെയ്ത് അത് ഹിഫ്ളാക്കി, അല്ലേ, അത് കേൾക്കാനും അത് പഠിക്കാനുമുള്ള ഒരു മാസമാക്കിക്കൊണ്ട് മാറ്റാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകണമെന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, വേദഗ്രന്ഥങ്ങൾ മുഴുവനും അവതീർണമായിട്ടുള്ളത് റമദാൻ മാസത്തിലാണ്. ഖുർആൻ മാത്രമല്ല റമദാനിൽ ഇറങ്ങിയിട്ടുള്ളത്. മൂസാ നബിക്ക് ഇറങ്ങിയ തൗറാത്ത് അത് റമദാനിലാണ് ഇറങ്ങിയിട്ടുള്ളത്. ഈസാ നബിക്ക് ഇറങ്ങിയ ഇൻജീൽ അത് റമദാനിലാണ് ഇറങ്ങിയിട്ടുള്ളത്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഇറങ്ങിയിട്ടുള്ള സബൂർ അത് റമദാനിലാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇറക്കപ്പെട്ട ഏടുകൾ ഇറങ്ങിയിട്ടുള്ളതും റമദാനിലാണ് എന്ന് പ്രവാചകന്റെ വചനങ്ങൾ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഇത്ര മഹത്വമുള്ള ഈ റമദാനിൽ ഖുർആൻ, സഹോദരന്മാരെ, എത്രയോ കാലമായി നമ്മളൊക്കെ ചിന്തിക്കുന്നു, എന്ത് ഒരു വട്ടെങ്കിലും ഓതി തീർക്കണം എന്ന്. എത്രയോ കാലമായി. ഞാൻ പറഞ്ഞത് ആ തീരുമാനങ്ങളൊക്കെ ഒന്ന് മാറ്റി, ഈ റമദാനിലെങ്കിലും ഒന്ന് മാറ്റി, ഒരു 2 വട്ടമെങ്കിലും ഒന്ന് ഓതി തീർക്കുമെന്നുള്ള ഒരു ദൃഢനിശ്ചയം നമ്മൾ ഓരോരുത്തരും എടുത്തുകൊണ്ട് തുടങ്ങി. ഇത്രയേ ചെയ്യേണ്ടതുള്ളൂ.
ഓരോ നമസ്കാരത്തിന്റെ മുമ്പ് 20 പേജ് വെച്ച് നിങ്ങൾ ഓതുകയാണ് എങ്കിൽ 29ാമത്തെ നോമ്പിൽ സൂറത്തുൻ നാസ് ഓതി ഹൃദയാഗ്നത്തിൽ അല്ലെങ്കിൽ സംയൂജമടയാൻ റബ്ബിന്റെ കോടതിയിലേക്ക് ചിലതൊക്കെ ഈ റമദാൻ കൊണ്ട് നേടിയെടുത്തു എന്ന് നമുക്ക് പറയാൻ, ആശ്വാസമടയാൻ, മനസ്സിനെ സംതൃപ്തി അടയാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും. ഓരോ നമസ്കാരത്തിന്റെ മുമ്പ് 20 പേജ് ഓതിയാൽ മതി. 20 പേജ് ഓതാൻ എത്ര സമയം വേണ്ടി വരുമെന്നുള്ളത് ഞാനും നിങ്ങളൊക്കെ ആലോചിച്ചാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയ ആയിട്ടുള്ള ഫോണിന്റെ മുമ്പിൽ നമ്മൾ എത്ര സമയങ്ങൾ ഇരിക്കുന്നു, അതിൻ്റെ ഒക്കെ പകുതി മതി റമദാനിൽ ഖുർആനുമായി കൊണ്ട് മുമ്പിൽ ഇരിക്കാൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഖുർആൻ ഇറങ്ങിയത് കൊണ്ടാണ് നോമ്പിന് മഹത്വം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ആ നോമ്പിന്റെ മഹത്വങ്ങൾ അറിഞ്ഞ് ഉൾക്കൊണ്ട് ആസ്വദിച്ചുകൊണ്ട് നോമ്പ് നോൽക്കാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകണമെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആരാധന കർമ്മങ്ങൾ നമുക്ക് എളുപ്പമാക്കി തന്നിട്ടുണ്ട്. ചിലത് നമുക്ക് എന്താക്കി തന്നിട്ടുണ്ട്, ചിലതെല്ലാം നമുക്ക് അല്പം പ്രയാസങ്ങൾ നമുക്ക് തോന്നുമാർ രൂപത്തിലാക്കി തന്നിട്ടുണ്ട്. ചിലതൊക്കെ നമുക്ക് എന്താക്കി തന്നിട്ടുണ്ട്, ലഘൂകരിച്ച് തന്നിട്ടുണ്ട്. ഇങ്ങനെ പല രൂപത്തിൽ ആരാധന കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. എങ്കിൽ നമ്മൾ ആലോചിക്കുക, ഇന്ന് നമ്മൾ നോക്കുന്ന നോമ്പ് ഏകദേശം 12-13 മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഒരു ത്യാഗത്തിൻ്റെ ഒരു ഇബാദത്താണ് യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ശക്തമായ ചൂടിലാണ് നമ്മൾ നോമ്പ് നോറ്റുകൊണ്ടിരിക്കുന്നത്. ചിലരെല്ലാം ആ വെയിലുകൊണ്ട് ജോലി എടുത്തുകൊണ്ടാണ് നോമ്പുകൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനെയൊക്കെ നോമ്പ് നോക്കുമ്പോൾ അള്ളാഹു അതിൻ്റെ ത്യാഗത്തിനനുസരിച്ച് അള്ളാഹു പ്രതിഫലങ്ങൾ ഈ റമദാനിലെ നോമ്പിന് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്. അതെങ്ങനെ? കണക്കില്ലാതെ, അതാണ് നമ്മൾ മനസ്സിലാക്കുക. കണക്കില്ലാതെ റബ്ബ് നിശ്ചയിച്ച മാസമാണേത്? റമദാൻ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ഹദീസിൽ പ്രവാചകൻ പറഞ്ഞല്ലോ, കുല്ലു അമലി ഇബ്നി ആദം, എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹുവിനുള്ളതാണ്. എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹുവിനുള്ളതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത് 10 മുതൽ 700 ഇരട്ടി പ്രതിഫലം അല്ലാഹു ഈ റമദാനിൽ എന്തു ചെയ്താലും റബ്ബ് നമുക്ക് നൽകുമെന്നുള്ളതാണ്. എന്നിട്ട് പ്രവാചകന്റെ വചനം ഇങ്ങനെയാണ്, ഇല്ല സിയാം, നോമ്പൊഴികെ. നോമ്പിന് അതല്ല പ്രതിഫലം, അതിലപ്പുറത്താണ് അള്ളാഹു എന്താക്കിയിട്ടുള്ളത്. അതിന് ഞാനാ പ്രതിഫലം നൽകുക. കണക്കില്ലാതെ അള്ളാഹു പ്രതിഫലം നൽകുമെന്നുള്ളതാണ് ഹദീസുകളിൽ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്നപാനീയങ്ങൾ ഒഴിവാക്കി നോക്കൂ നിങ്ങൾ. ഇഷ്ടപ്പെട്ട പലതും നമ്മുടെ മുമ്പിലുണ്ട്. എന്നിട്ടും അത് കഴിക്കാതെ നമ്മൾ അതിൻ്റെ മുമ്പിൽ ചില ത്യാഗങ്ങൾ സഹിക്കുന്നത്. ആ ഭക്ഷണം നമുക്ക് വേണ്ട എന്ന് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ തീരുമാനിച്ചതെന്തേ? ആ തീരുമാനങ്ങൾക്ക് റബ്ബ് പ്രതിഫലങ്ങൾ തരേണ്ടതില്ലേ? അതുകൊണ്ടാണ് റബ്ബ് പറഞ്ഞത് കണക്കില്ലാതെ തരുമെന്ന്. കണക്കില്ലാതെ എങ്ങനെ നോക്കണം? ഈമാനൻ വഹ്തിസാബ എന്ന നോമ്പുകളാക്കണം. കാട്ടിക്കൂട്ടലുകളാകരുത് സഹോദരന്മാരെ, ആർക്കോ വേണ്ടിയാകരുത്. ഈ നോമ്പ് കൊണ്ട് നോമ്പ് നോൽക്കുമ്പോൾ ചെയ്യാൻ പറ്റാത്തത് ചെയ്യാതെയായിരിക്കണം നോമ്പ്. കാണാൻ പറ്റാത്തത് കാണാതെയായിരിക്കണം നോമ്പ്. കേൾക്കാൻ പറ്റാത്തത് കേൾക്കാതെയായിരിക്കണം നോമ്പ്. അങ്ങനെയാകുമ്പോഴാണ് കണക്കില്ലാതെ റബ്ബ് നമുക്ക് പ്രതിഫലങ്ങൾ നൽകുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, ആ റമദാൻ നമ്മളിലേക്ക് കടന്നാൽ ഫുതിഹത് അബ്വാബുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ ഇതാ മലക്ക തുറന്നു വെച്ചിരിക്കുകയാണ്. ആരുണ്ട് അതിലേക്ക് പ്രവേശിക്കാൻ ഈ റമദാനിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്?
നരകത്തിന്റെ കവാടങ്ങളെല്ലാം കൊട്ടിയടക്കപ്പെട്ടു. ഇനി അതൊരിക്കലും തന്നെ തുറക്കുകയില്ല ഈ റമദാനിൽ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസുൽസിലത്തി ശയാത്തീൻ, പിശാചുക്കളെ ചെങ്ങലകളിൽ ബന്ധിതമാക്കി എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ അനുഷ്ഠിക്കുന്ന വിശ്വാസികൾക്ക് പിശാചിലേൽക്കാൻ സാധ്യമുള്ള എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് റബ്ബ് തടഞ്ഞു നിർത്തിയിട്ടുള്ള അങ്ങനെയുള്ള ഒരു ആദരവിന്റെ അടയാളമാക്കിക്കൊണ്ട് റബ്ബ് നൽകിയ മഹത്തരമായിട്ടുള്ള മാസമാണ് റമദാൻ എന്ന് പറയുന്നത്. എന്നാലും നമ്മളെ കൂട്ടത്തിൽ ചില ചൈത്തന്മാരുണ്ട് അങ്ങനെ. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് വമറദത്തിൽ ജിൻ എന്നാണ് പറഞ്ഞിട്ട്. വമറദത്തിൽ ജിന്ന്, ജിന്നുകളെ അല്ലാഹു ബന്ധിതമാക്കി എന്നുള്ളതാണ്. ഏത് ജിന്നുകളെയാണ്? ഏത് ശൈത്താന്മാരെയാണ്? അപകടകരമായിട്ടുള്ള മാരിതായിട്ടുള്ള ജിന്നുകളെയാണ് അല്ലാഹു എന്താക്കിയിട്ടുള്ളത്? ചെങ്ങലകളിൽ ബന്ധിതമാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് അതിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്ര മഹത്വമുള്ളതാണ് എങ്കിൽ ഞാനും നിങ്ങളും മനസ്സിലാക്കുക, ഇതിന്റെ മഹത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആസ്വദിക്കാൻ റമദാനിന്റെ നോമ്പുകളെ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, ഈ റമദാനിൽ വിളിച്ചു പറയുന്ന ആൾ വിളിച്ചു പറയും, യാ ബാഇയൽ ഖൈർ, നന്മയുടെ ആളുകളെ, അഖ്ബിൽ, നിങ്ങൾ മുന്നോട്ട് കടന്നു വന്നോളി. കാരണം ശൈത്താന്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ നൽകിയ മാസമാണ് റമദാൻ. പിശാചിനെ ചങ്ങലകളിൽ ബന്ധിതമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നന്മ ചെയ്യാൻ അവസരമാണ് റമദാൻ. അതിനാരെങ്കിലും മനസ്സ് വെക്കുന്നുണ്ട് എങ്കിൽ അവർ മുന്നോട്ട് കടന്നു വന്നോളി എന്ന് വിളിച്ചു പറയുന്ന ആൾ വിളിച്ചു പറയും. ആരുണ്ട്? തറാവി നമസ്കാരത്തിന് ഒന്നാമത്തെ സഫിന് വേണ്ടി മത്സരിക്കാൻ ആരുണ്ട്? ഖുർആൻ ഓതിക്കൊണ്ട് അതിനെ മത്സരിക്കാൻ ആരുണ്ട്? ദിക്റുകൾ ദുആകൾ ചെയ്തുകൊണ്ട് ഈ സമയത്തെ തള്ളി നീക്കാൻ ആരുണ്ട്? ഇങ്ങനെ ആരാധന കർമ്മങ്ങൾ കൊണ്ട് മുന്നോട്ട് കടന്നു വരാൻ ആഹ്വാനം നൽകിയിട്ടുള്ള പരിശുദ്ധ റമദാനിന്റെ മാസങ്ങളിലെ ഒരു ദിനം നമ്മളിൽ നിന്ന് കടന്നുപോയത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. എന്തു ചെയ്തു നമ്മൾ? എന്തു ചെയ്തു? ഖുർആൻ എത്ര ഓതി? ആസ്വദിച്ചുകൊണ്ട് തറാവി നിൽക്കാൻ നമുക്ക് കഴിഞ്ഞു. രാവിലെയുള്ള ദിക്റുകളും ദുആകളും ചെല്ലാൻ നമുക്ക് കഴിഞ്ഞു. അല്ലാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ആ നരകത്തിൽ നിന്ന്, നമ്മുടെ പാപങ്ങളിൽ നിന്ന് മോചിതരാകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മളാണ് ഗൗരവത്തിൽ ചിന്തിക്കേണ്ടത്. വിളിച്ചു പറയുന്ന ആൾ അടുത്ത വിളിച്ചു പറയുന്നത് എന്താണിതാ? തിന്മയുടെ ആളുകളെ, നിങ്ങൾ പിന്നോട്ട് പോവുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തിന്മ ചെയ്യാനുള്ള മാസമല്ല, തിന്മക്കുള്ള അവസരങ്ങളല്ല. അതിനാരെങ്കിലും മുതിരുന്നുണ്ട് എങ്കിൽ അവർ പിന്നോട്ട് പോകട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചില ആൾക്കാർ അങ്ങനെയാണ്, വന്നിട്ടല്ലുള്ളൂ, തുടങ്ങിയിട്ടല്ലുള്ളൂ. ഓലെങ്ങനെയാണ് ജമാഅത്തിനൊക്കെ എന്താക്കോലിങ്ങനെ അങ്ങനെ ഇവരെ അഞ്ഞിങ്ങനെ വരും. ചില ആൾക്കാർ അങ്ങനെയാണ്, ഉണ്ടോ? അള്ളാഹുവിൻ്റെ അനുഗ്രഹമായി കൊണ്ട് ജീവിക്കാൻ, റമദാനിൽ ജീവിക്കാൻ അവസരം കിട്ടിയിട്ടും ഇപ്പോഴും അതിൻ്റെ ഒരു അവ്വൽ ജമാഅത്തിന് നമുക്ക് വരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലേ നമ്മളെക്കാൾ വലിയ നഷ്ടക്കാരാരാ? ആരേത് നമ്മളൊക്കെ കാണിക്കണത്? നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കണം, മത്സരിക്കണം. അതാ പറഞ്ഞത്, മത്സരിക്കാനുള്ള മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, വലില്ലാഹി ഉത്ഖാഉ മിനന്നാർ. പ്രവാചകന്റെ പ്രയോഗം നോക്കൂ നിങ്ങൾ. ഓരോ ദിവസവും നരകത്തിൽ നിന്ന് ആളുകൾ എന്താക്കുന്നുണ്ട്? മോചിപ്പിച്ചു കൊണ്ടേയിരിക്കുന്ന മാസം. നരകമോചനത്തിന് സാധ്യമാകുന്ന മാസം. തീരുമാനമെടുക്കണം നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, കതബല്ലാഹു ലഹു ഹസനതൻ കാമില, പരിപൂർണമായ പ്രതിഫലം നൽകുന്ന മാസം. ഒന്നും കുറക്കാതെ, അതിന്റെ ഇഖ്ലാസോടുകൂടി, അതിന്റെ ആത്മാർത്ഥതയോടുകൂടി, അതിന്റെ ഈമാനോടുകൂടി, അതിന്റെ ഇഹ്തിസാബോടുകൂടി നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ പരിപൂർണ പ്രതിഫലമാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നുകൂടി പറഞ്ഞു, അബൂ ഉമാമ റളിയല്ലാഹുവിനോട് പറഞ്ഞു, അലൈക ബിസ്സൗമി ഫഇന്നഹു ലാ ഇജല ലഹു. റമദാനിലെ നോമ്പിന് പകരം വെക്കാൻ മറ്റൊരു ആരാധന കർമ്മങ്ങളുമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോമ്പിന് പകരം വെക്കാൻ മറ്റൊരു ആരാധന കർമ്മമില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 29 30 നോമ്പ് നോൽക്കുമ്പോൾ ആ നോമ്പിന്റെ പ്രതിഫലം എത്രയായിരിക്കും സഹോദരി സഹോദരന്മാരെ? പ്രവാചകന്റെ മറ്റൊരു വചനത്തിൽ കാണാം, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാ, ആരെങ്കിലും അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിനം നോമ്പ് അനുഷ്ഠിച്ചാൽ, ഒരു നോമ്പിനെ കുറിച്ചാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്. എന്താ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്? ജഅലല്ലാഹു ബൈനഹു വബൈനൻ നാർ, അയാൾക്കും നരകത്തിനുമിടയിൽ അല്ലാഹു ഖന്ദകൻ, കിടങ്ങു കുഴിക്കുമെന്നുള്ളതാണ്. ചരിത്രത്തിൽ യുദ്ധത്തിന്റെ പേര് കേൾക്കുമ്പോൾ ഞാനും നിങ്ങളും കേൾക്കുന്ന പേരാണ് ഖന്ദക് എന്നുള്ളത്. കിടങ്ങുകൾ കുഴിച്ചത് കൊണ്ടാണ് അതിന് പേരുകൾ ലഭിക്കാനുള്ള കാരണം. ഒരാൾ ഒരു ദിനം നോമ്പ് അനുഷ്ഠിച്ചാൽ അല്ലാഹു അവന്റെയും നരകത്തിന്റെയും ഇടയിൽ ഖന്ദക് കുഴിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്, കിടങ്ങു കുഴിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ കിടങ്ങിന്റെ വിശാലത എത്രയാണ്, ആ കിടങ്ങിന്റെ പരപ്പെത്രയാണ്, ആ കിടങ്ങിന്റെ ആഴം എത്രയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, കമാ ബൈനസ് സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളോളം വിശാലമാണ്. പരന്നു കിടക്കുന്ന ആകാശങ്ങളും വിശാലമായി കൊണ്ടിരിക്കുന്ന ഈ ഭൂമികളെക്കാൾ വിശാലമായിട്ടുള്ള കിടങ്ങാണ് അവനും നരകത്തിനുമിടയിൽ അല്ലാഹു സംവിധാനിക്കുക എന്നുള്ളതാണ്. ഒരു നോമ്പിനാ പറഞ്ഞത്. 29 30 നോമ്പ് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഞാനും നിങ്ങളും നോറ്റാൽ നമ്മളെ അള്ളാഹു നരകത്തിൽ നിന്ന് എത്ര വിദൂരതയിലേക്ക് കൊണ്ടുപോകും. ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് റമദാനിലെ നോമ്പുകൾ നോക്കാൻ നമ്മൾ ശ്രമിക്കുക, ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, 2 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഒന്ന്, റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മൾ സന്നിഹിതരായിട്ടുള്ളത്. ഇനി അടുത്ത ഒരു വെള്ളിയാഴ്ച ഞാനുങ്ങൾ ഉണ്ടാകുമോ എന്ന് ഒരിക്കലും നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റില്ല. അത്രയും അടുത്താണ് നമ്മുടെ മരണമെന്നുള്ളത്. അപ്പം ഇന്നലെ നമ്മുടെ സഹോദരൻ്റെ മകൻ മരിച്ച് മയ്യത്ത് മറമാടിയിട്ടേ ഉള്ളൂ. ഒരു ചെറുപ്പക്കാരൻ, ഹാഫിളായിട്ടുള്ളൊരു ചെറുപ്പക്കാരൻ നിയന്ത്രണം വിട്ട് ലോറിയുടെ അടിയിലേക്ക് പോയി, ലോറി കയറി ഇറങ്ങി. റമദാനിൽ തറാവി നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങിയ മനുഷ്യൻ്റെ കഥ ഞാൻ പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ നമ്മുടെയൊക്കെ അവസ്ഥകൾ. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങുമ്പോൾ അവൻ്റെ ഇബാദത്തുകൾ, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മടങ്ങാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ഏറ്റവും നല്ല സ്വതക്ക എന്ന് പറയുന്നത് അത് വെള്ളിയാഴ്ച നൽകുന്ന സ്വതക്കയാണ്. അത് നമുക്ക് റമദാനിൽ കൂടി കിട്ടുമ്പോഴുള്ള അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 10 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റിയ വലിയൊരവസരം. ഇന്ന് നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ സ്വതക്ക. ഒന്ന് അള്ളാഹുവിൻ്റെ ഭവനമാണ്. ആ ഭവനത്തിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, റമദാനായാൽ ധാരാളം ചെലവുകളാണ്. സാധാരണ ഉണ്ടാക്കുന്നതിനാൽ അപ്പുറത്തേക്കുള്ള ചെലവുകൾ കൂടും. നമുക്കറിയാം, നമ്മളൊക്കെ വെള്ളിയാഴ്ച ഒരു സ്വതക്ക നൽകണം എന്ന് കരുതിയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്.
ഞാൻ പറഞ്ഞത് കരുതിയത് ഒന്നുകൂടി കനപ്പിച്ചുകൊണ്ട് കൊടുക്കാൻ നമുക്ക് കഴിയാം. ഒരുപക്ഷെ അവസാനം നമ്മൾ ഈ സ്വതക്ക നൽകിയിട്ടാണ് റബ്ബ് വിളിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാർത്ഥമായിക്കൊണ്ട് പറയാൻ പറ്റും, അല്ലാഹുവേ നിന്റെ മാർഗത്തിലാണ് എൻ്റെ സമ്പത്ത് ചെലവഴിച്ചിട്ടുള്ളത് എന്ന്. ഞാൻ കനത്തിലാക്കണമെന്ന് പറയാനുള്ള കാരണം, ചെറുത് നമ്മൾ നൽകി വലുത് നമ്മൾ കീശയിൽ വെച്ചിട്ടാണ് അള്ളാഹുവിലേക്ക് യാത്ര തിരിക്കുന്നതെങ്കിൽ നമ്മളെ കീശയിലുള്ള പൈസ അത് മറ്റുള്ള ആളുകൾ കൊണ്ടുപോകും. അതിന് നമുക്ക് ഒരിക്കലും ഒരു ഉപകാരം കിട്ടൂല. പക്ഷേ കൊടുത്ത കനം അത് നാളെ റബ്ബിൻ്റെ കോടതിയിൽ നമുക്ക് വാങ്ങാൻ കഴിയും. അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ഒരു സംഭാവനകൾ ഒരു കനപ്പിച്ചുകൊണ്ട് ഈ പള്ളിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഭാവനകൾ നമ്മളെല്ലാവരും എന്താക്കണം, ഈ റമദാനിൽ ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് നമ്മൾ എന്താക്കണം, ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചതുപോലെ നോമ്പ് തുറ നമ്മുടെ പള്ളികളിൽ നടക്കുന്നുണ്ട്. 2000 രൂപയുള്ളൂ. ആർക്കെങ്കിലും അതിന് ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ ഇവിടുത്തെ പള്ളി ഭാരവാഹികളുമായിക്കൊണ്ട് നിങ്ങൾ എന്താക്കണം, ബന്ധപ്പെടേണ്ടതുണ്ട്. അവസരമാണ്. അവസരം എപ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. മഹാനായ ത്വൽഹാ റളിയല്ലാഹു പറയുന്നുണ്ടല്ലോ, ത്വൽഹാ റളിയല്ലാഹു സാധാരണ മരിച്ച മനുഷ്യനെയും ഷഹീദായ മനുഷ്യനെയും അദ്ദേഹം ഒരിക്കൽ സ്വപ്നം കാണുന്നുണ്ട്. അദ്ദേഹം ആ സ്വപ്നം അദ്ദേഹം കണ്ടിട്ടുള്ളത് എന്താണ്, ആദ്യം ഇതിൽ സ്വർഗത്തിൽ കടക്കുന്നത് ആരാണ് എന്നാണ് അദ്ദേഹം കണ്ടിട്ടുള്ളത്. ശരിക്കും ഷഹീദാണ് ആദ്യം സ്വർഗത്ത് കടക്കേണ്ടത്. പക്ഷെ അദ്ദേഹം കണ്ടത് സാധാരണ മരിച്ച മനുഷ്യനാണ് സ്വർഗത്തിൽ പ്രവേശിക്കൽ കണ്ടിട്ടുള്ളത്. ഒരു ഷഹീദിനേക്കാൾ വലിയ പദവി സാധാരണ മരിച്ച മനുഷ്യൻ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഉത്തരം കൊടുത്തിട്ടുള്ളത്, അലൈസ ഖദ് മക്കസ ഹാദാ ബഅദ ഹുസ്ന. അല്ല ത്വൽഹ, അയാൾക്കൊരു വർഷം അധികം കിട്ടിയിട്ടില്ലേ? ബല, ഉണ്ട്. ഒരു വർഷം അധികം കിട്ടിയിട്ടുണ്ട്. അതിലൊരു റമദാന് കിട്ടിയിട്ടില്ലേ? ഒരു റമദാനും കിട്ടിയിട്ടുണ്ട്. അതിൽ നോമ്പ് നോൽക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്, അതും കിട്ടിയിട്ടുണ്ട്. അവസാനത്തെ 10 ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാനുള്ള അവസരവും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ലേ? റസൂലെ, അതും കിട്ടിയിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞത് ഷഹീദിനേക്കാൾ മുൻപന്തിയിൽ കടക്കാനുള്ള കാരണം ഒരു റമദാൻ അധികം കിട്ടി എന്നാണ്. എങ്കിൽ ആലോചിക്കുക, എനിക്കും നിങ്ങൾക്കും സൗഭാഗ്യം കിട്ടിയിട്ടുണ്ട്, അവസരമാണ്. ധാരാളം അമലുകൾ കൊണ്ട് ചെയ്ത് റബ്ബിലേക്ക് മടങ്ങാൻ നമ്മൾ തയ്യാറാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി കൊണ്ട് ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഒരു കൂട്ടരെ സ്വർഗത്തിലേക്കും മറ്റൊരു കൂട്ടരെ നരകത്തിലേക്കും വേർതിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് വേർതിരിക്കുന്ന ആളുകളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രകൃതി ദുരിതങ്ങളിൽ നിന്നും അസഹീനമായിട്ടുള്ള പരീക്ഷണങ്ങളിൽ നിന്നും മാരകമായിട്ടുള്ള രോഗങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൻ്റെ എല്ലാ ബർക്കത്തുകളും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൻ്റെ എല്ലാ പുണ്യങ്ങളും കരസ്ഥമാക്കുന്ന വിശ്വാസിനികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൽ നമ്മൾ നോറ്റിട്ടുള്ള നോമ്പുകളെല്ലാം ഈമാനോടും ഇഹ്തിസാബോടും കൂടിയുള്ള നോമ്പുകളാക്കിക്കൊണ്ട് അല്ലാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും സ്വാലിഹായ അമലായിക്കൊണ്ട് അല്ലാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൽ നമ്മൾ പള്ളിക്ക് വേണ്ടി കൊടുക്കുന്ന സ്വദഖ അല്ലാഹു സ്വാലിഹായ അമലായിക്കൊണ്ട് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു അതിന് തക്കതായിട്ടുള്ള പ്രതിഫലം അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ സമ്പത്തിൽ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു ആ സ്വദഖ നൽകിയതിൻ്റെ പേരിൽ നമ്മുടെ സമ്പത്ത് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അല്ലാഹു ബർക്കത്തുള്ള സമ്പത്തുകളാക്കിക്കൊണ്ട് അല്ലാഹു മാറ്റിത്തരുമാറാകട്ടെ. ഗഫൂറായ നാഥ, അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി എത്രയോ തെറ്റുകൾ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുണ്ട്. എല്ലാ പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. അല്ലാഹുവേ, ധാരാളം ആളുകൾ പിന്നെ രോഗികളായിക്കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് പറഞ്ഞ ആളുകളുണ്ട്. ഞാൻ ഈ ഖുത്ബക്ക് വേണ്ടി കടന്നു വരുമ്പോൾ
ഇന്ന് തിരുവനന്തപുരം RCCയിൽ കിടക്കുന്ന ഒരു സഹോദരനെ വിളിക്കുകയുണ്ടായി. ക്യാൻസർ ബാധിച്ചുകൊണ്ട് 6ാമത്തെ കീമോ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. കൗണ്ടിൻ്റെ വേരിയേഷൻ കൊണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പ്രാർത്ഥിക്കണമെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെയുള്ള എത്രയോ രോഗികളുണ്ട്. അല്ലാഹു അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിടെ രോഗത്തെ സുഖപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുവിടെ വേദനകൾക്ക് ശമനം നൽകുമാറാകട്ടെ. പൂർണ്ണ ആരോഗ്യവും ദീർഘായുസ്സും അല്ലാഹു അവർക്ക് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള വിശ്വാസിനികൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അല്ലാഹുവിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൻ്റെ നോമ്പുകളെല്ലാം നോൽക്കാനുള്ള, മുഴുവൻ നോമ്പുകളും നോൽക്കാനുള്ള ദീർഘായുസ്സും ആരോഗ്യവും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أجر والدينا من النار اللهم إنا نسألك الجنة الفردوس اللهم إنا نسألك الجنة الفردوس اللهم إنك عفو تحب العفو فاعف عنا ربنا اصرف عنا عذاب جهنم إن عذابها كان غراما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين والحمد لله اللهم صل